മൂപ്പര് ഭയങ്കര രോഗിയാണ്. കാല് എപ്പോഴും വ്രണം വന്ന് ഇങ്ങനെ ഒലിക്കുന്നുണ്ടാവും. സമസ്ത രണ്ടായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നല്ല കഴിവും പ്രാഗൽഭ്യമുള്ള ഒരുപാട് പണ്ഡിതന്മാർ മറുപക്ഷ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ എഴുത്തും കാര്യവും രംഗങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ മറുപക്ഷ. അന്ന് KC ഉസ്താദ് മലപ്പുറം ജില്ലാ സമസ്തയുടെ സെക്രട്ടറി ആണെങ്കിലും പല രീതിയിലും മഹാനവറുകൾക്ക് ചില അവഗണനകൾ നേരിട്ടിട്ടുണ്ട്. മൂപ്പര് അടിയുറച്ച സമസ്തക്കാരനാണ്, അടിയുറച്ച മുസ്ലിം ലീഗുകാരനാണ്. അപ്പൊ അന്നും ഇങ്ങനെ വഹാബി പ്രശ്നങ്ങളും മറ്റും മറിച്ചൊക്കെ ഉണ്ട്. മഹാനവറുകൾ ഈ സമൂഹത്തിന്റെ ഈ നിലനിൽപ്പും അതുപോലെ അതിൻ്റെ ഭദ്രതയും മുസ്ലിം ലീഗിലൂടെ മാത്രമേ സാധ്യമാവൂ എന്ന് അടിയുറച്ച് വിശ്വസിച്ചൊരു പണ്ഡിതനും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രചാരകനുമായിരുന്നു. ചെറുശ്ശേരിൻ്റെ പ്രസംഗം കഴിയട്ടെ. അപ്പൊ ചെറുശ്ശേരി ഉസ്താദിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവര് മരണവേദന ഉണ്ടെങ്കിൽ ചെറുശ്ശേരി ഉസ്താദിന്റെ പ്രസംഗം ഒന്നും കേൾക്കാൻ കഴിയൂല്ലോ. പിന്നെ അഖിലേന്ത്യാ ലീഗിനെ പറ്റിയിട്ടേ മൊയ്തേസിലും മിൻ റാബിത്തത്തിൽ മുസ്ലിമീന്നാണോ ലീഗിന്ന് തെറ്റിയൊരു വിഭാഗം, അത് മൂപ്പരെ സന്തോഷം കൈകെട്ട് കൊട്ടിയിട്ട് പിന്നെ മൂപ്പരെ കുറേ കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഇന്നത്തെ പണ്ഡിതന്മാരും KC ഉസ്താദും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പം ഞാനൊക്കെ തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും, പക്ഷേ നമ്മൾക്കൊന്നിപ്പോൾ ഉസ്താദിൻ്റെ ആ പാതയൊന്നും പിന്തുടരാൻ കഴിയുന്നില്ലല്ലോ. ഉസ്താദിൻ്റെ പരിപാടി ഞാൻ എപ്പോഴും ചിന്തിക്കണതാ, ശനിയാഴ്ച വൈകുന്നേരം വരും, ശനിയാഴ്ച മഗ്‌രിബിയുടെ മുമ്പ് അത് മൂപ്പരെന്നെ വലിയ ബാഗ് താങ്ങി പിടിച്ചിട്ടാണ് വരിക. അത് ആരെങ്കിലും ഒരാൾ പോയിട്ട് ഞാൻ എടുത്തോളം ഉസ്താദ് ഇതിപ്പോൾ ചെന്നെ പൊന്തും എന്നാ പറയാ, ആ ഭയ ഭാഷയിലാ പറയാം, ഇതിപ്പോൾ ചെന്നെ പൊന്തും, ഞാനല്ലേ ഇതുവരെ പിടിച്ച അഞ്ചിപ്പഞ്ചി പിടിച്ചൊന്നും വേണ്ട, നോക്കണം. അങ്ങനെ ആ ബാഗ് അവിടെ വെക്കും, പിന്നെ റൂമിൽ അവിടെ കൂടും. ഇനി പോക്ക് എപ്പോഴാന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാൽ പോകും. അപ്പോൾ കുട്ടികൾക്ക് നല്ല സുഖമാണ്. ആർക്കെങ്കിലും നാട്ടിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഉസ്താദ്മാരെ സംഭവം ഒന്നും ചോദിക്കണ്ട, ഉസ്താദ്മാർ മുഴുവൻ പോയാൽ കുട്ടികൾക്കും പോകാം, പിന്നെ ശനിയാഴ്ച നമുക്ക് വന്നാൽ മതി. അങ്ങനെ അതേപോലെ തന്നെ ഇപ്പം ഈ കണ്ട സമയത്തിനിടയിൽ നമ്മളൊക്കെ അവിടെ പഠിച്ച കാലത്തിന് ഏതെങ്കിലും ഒരു കുട്ടീനെ കൊണ്ട് ഒരു ഡ്രസ്സ് അലക്കിപ്പിക്കുക, അല്ലെങ്കിൽ തേപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിദമത്ത് ചെയ്യുക നമ്മൾ കണ്ടിട്ടില്ല. അന്നൊക്കെ ഇപ്പോൾ ഉസ്താദ്മാർക്ക്, ഇന്നൊക്കെ ഇപ്പോൾ ഉസ്താദ്മാർക്കൊക്കെ എല്ലാവർക്കും ബാത്ത് അറ്റാച്ച്ഡൊക്കെയാണ് ഈ കാര്യം. പക്ഷെ അന്നൊന്നും അതില്ല. പുറത്ത് പോകണം എന്ന് പറഞ്ഞാൽ പൊട്ടച്ചിറ കോളേജിൽ അന്ന് കക്കൂസ് കുറേ ദൂരെ. അപ്പോൾ കക്കൂസും വെള്ളം എടുക്കണ സ്ഥലം അതും ദൂരെ. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് വേണം കക്കൂസ് കൊണ്ടുപോകാൻ. അപ്പോൾ എല്ലാവരും പിന്നെ പോകും, വെള്ളം കോരും, എടുക്കും, ബക്കറ്റിലെടുക്കും, കക്കൂസ് പോകും. അപ്പോൾ ആരെയും ഞാനൊക്കെ തന്നെ നോക്കിയതാണ്, മൂപ്പര് വെള്ളം കോരുമ്പോൾ ആ കയറൊന്ന് പിടിച്ചിട്ട് ഞാൻ കോരി തരാറുന്ന ഇതിപ്പോൾ എനിക്കെന്നെ വയ്ക്കും. അതേപോലെ ആ കിണ്ടി എടുത്തുകാണ്ട് കക്കൂസിലൊന്ന് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ചെന്നെ പൊന്തുന്ന പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഇത്തരം ഒരു വിനയത്തിൻ്റെ രൂപമാണ് മാനവറുകൾ. മനസ്സിലായില്ല, ഒരാളെ കൊണ്ടും ആ രീതിയിലൊന്നും ഹിദ്മത്ത് ചെയ്യിപ്പിക്കരുത്, അങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്തൊരു മനസ്ഥിതിയുടെ ആളാണ്. പിന്നെ ഞാൻ പറഞ്ഞു തന്നതാണ്, ഇതിനിടയിൽ മൂപ്പര് എവിടേക്കെങ്കിലും ഒന്ന് പോയതായി നമുക്ക് ഓർമ്മയില്ല. അതൊരു സംഭവമാണല്ലോ. ശനിയാഴ്ച അവിടെ ക്ലാസ്സില്ല എന്ന് പറഞ്ഞാൽ അന്ന് കുട്ടികൾ സമാജത്തിനുള്ള തയ്യാറെടുപ്പും മാഗസിൻ തയ്യാറെടുപ്പും ഇതൊക്കെ മൂപ്പര ചെയ്യുക, കുട്ടികൾ ചെയ്യും. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് തന്നെ. പിന്നെ അതിൻ്റെ അടിയിൽ ഇന്നൊരു കല്യാണമുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്. ഇങ്ങനത്തെ പോക്ക് വല്ലപ്പോഴും വല്ല റയറായിട്ടുണ്ടോ അതറിയില്ല. അതോടൊപ്പം തന്നെ മൂപ്പര് ഭയങ്കര രോഗിയാണ്. കാല് എപ്പോഴും വ്രണം വന്ന് ഇങ്ങനെ ഒലിക്കുന്നുണ്ടാവും. പക്ഷേ അതൊക്കെ ഉണ്ടായാലും മൂപ്പരെ നമുക്ക് കാണുമ്പോൾ വളരെ പാവം തോന്നും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും മൂപ്പരെ ക്ലാസ്സിനത് ബാധിക്കില്ല. പിന്നെ മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലയിരുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രാസ്ഥാനികമായ പ്രതിബദ്ധത വളരെ കൂടുതലുണ്ടായിരുന്നു. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം കേരളത്തിൻ്റെ 1980കളിലെ അവസ്ഥ. അപ്പോൾ ഈ 1980കൾ എന്ന് പറഞ്ഞാൽ അന്ന് ഈ സമസ്ത രണ്ടായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നല്ല കഴിവും പ്രാഗൽഭ്യമുള്ള ഒരുപാട് പണ്ഡിതന്മാർ മറുപക്ഷ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ എഴുത്തും കാര്യവും രംഗങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ മറുപക്ഷ. അന്ന് KC ഉസ്താദ് മലപ്പുറം ജില്ലാ സമസ്തയുടെ സെക്രട്ടറി ആണെങ്കിലും പല രീതിയിലും മഹാനവറുകൾക്ക് ചില അവഗണനകൾ നേരിട്ടിട്ടുണ്ട്, പല നിലയിലും അവഗണന നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഈ അവഗണിക്കപ്പെട്ട ആളുകളാണ് ഈ പക്ഷം മാറൽ. അതേ സമയത്ത് മൂപ്പരെ വശീകരിക്കാൻ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷെ മൂപ്പർക്ക് ഈ ഭാഗത്തുള്ള ചില ആളുകളോട് ചില വിയോജിപ്പുകൾ പോലും ഉണ്ട്.
എന്നാൽ പോലും മറുപക്ഷത്തേക്ക് ഒരു ചെറിയ ശ്രദ്ധ പോലും കൊടുത്തിട്ടില്ല. അത് മൂപ്പരൻ ആ കാര്യം തുറന്നു പറഞ്ഞതാ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. രണ്ടാമത് മൂപ്പരുടെ രാഷ്ട്രീയവും മതവും, അത് നമ്മൾ മറ്റ് ഉസ്താദുമാർക്കൊന്നും ഇല്ലാത്ത ഒരു സവിശേഷത. മൂപ്പര് അടിയുറച്ച സമസ്തക്കാരനാണ്, അടിയുറച്ച മുസ്ലിം ലീഗുകാരനുമാണ്. മുസ്ലിം ലീഗുകാരെന്ന് പറഞ്ഞാൽ കെ സി ഉസ്താദിൻ്റെ മാതിരിയുള്ള ഒരു മുസ്ലിം ലീഗുകാരനായ ഒരു പണ്ഡിതൻ ഒരു പക്ഷേ നാട്ടിക മുസ്ലിംസിലേറ്റുണ്ടാവുള്ളൂ. മൂപ്പര് മഞ്ചേരിയിൽ ലീഗിൻ്റെ പതാക പിടിച്ച് നടന്നിരുന്നു. അന്നും ഈ വഹാബികളൊക്കെ ഉണ്ട്, മനസ്സിലായില്ല. ലീഗിൽ അന്നും ഇപ്പോൾ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അവർ നേതൃത്വമാണ് ഇവർ നേതൃത്വമാണ് എന്നൊക്കെ പറയണേ. അപ്പോൾ അന്നും ഇങ്ങനെ വഹാബി പ്രശ്നങ്ങളും മറ്റും മറിച്ചൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും അന്നൊക്കെ പല പ്രസംഗങ്ങളും വിമർശനാത്മകമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മഹാനവറുകൾ ഈ സമൂഹത്തിൻ്റെ ഈ നിലനിൽപ്പും അതുപോലെ അതിൻ്റെ ഭദ്രതയും മുസ്ലിം ലീഗിലൂടെ മാത്രമേ സാധ്യമാവൂ എന്ന് അടിയുറച്ച് വിശ്വസിച്ചൊരു പണ്ഡിതനും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രചാരകനുമായിരുന്നു. അന്ന് അഖിലേന്ത്യാ ലീഗ് എന്ന ലീഗിന് വിമത ലീഗ് എന്നാ പറയുക. അപ്പോൾ മൂപ്പര് മുസ്ലിം ലീഗുകാരനാണ്. അഖിലേന്ത്യാ ലീഗിനെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. അപ്പോൾ കിതാബിലൊക്കെ ഉദാഹരണം പറഞ്ഞിട്ട് വിമതൻ എന്നാ, മനസ്സിലായില്ലേ? അപ്പോൾ വിമതൻ എന്നാണ് എല്ലാത്തിനും ഉദാഹരണം പറയുക. അപ്പോൾ കുട്ടികളെയും തന്നെ ക്ലാസ്സിലൊക്കെ പറയും. അപ്പോൾ മൂപ്പർക്ക് മുസ്ലിം ലീഗുകാരനെ പറ്റും. ഒരിക്കൽ ഞാനൊരു കുട്ടി കൂടി ഇങ്ങനെ തർക്കമുണ്ട്. അപ്പോൾ ഉസ്താദ് റൂമിലുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ ഉസ്താദിട്ട് കുറച്ച് കൂടുതൽ അടുപ്പായിരുന്നു. പെട്ടെന്ന് റൂമിൽ തുറന്നപ്പോൾ മൂപ്പരനെ കണ്ടു. എന്താ അപ്പം ഈ പറയണമെന്ന് ചോദിച്ചു, വേറെ ആളെ പറ്റിയിട്ടേ. ഞാൻ പറഞ്ഞു, ഓനാ വിമത ലീഗുകാരെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചാണ് ഞാനാ ന്യായീകരിക്കണം കേട്ടോ. പക്ഷേ ഓൻ അങ്ങനെ തന്നെയാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാണ്ട് മനസ്സിലായില്ല. അപ്പോൾ ഈ ഞാനാണ് നന്നായി, കാരണം ഞാനല്ലല്ലോ ഓനാക്കി മാറ്റി. അപ്പം അങ്ങനെ വലിയ ഇതായത് മൂപ്പര്. അതുപോലെ മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജീവിതത്തിലെ മൂപ്പർക്ക് ഏറ്റവും രസകരമായൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ എലക്ഷൻ ഡിക്ലറേഷൻ. അതാണ് മൂപ്പരെ ജീവിതത്തിലെ ഏറ്റവും, ഒരു ക്ലാസ് ഒഴിവാക്കൂല എന്തുണ്ടെങ്കിലും. എലക്ഷൻ ഡിക്ലറേഷൻ്റെ അന്ന് ഒരു 10 മണി മുതൽ ഒരു 12 മണി 1 മണി വരെ അന്ന് ക്ലാസ് എടുക്കില്ല. അന്ന് ഞാനൊക്കെ നിന്നാണ് റേഡിയോ ഇങ്ങനെ വെക്കും, മൂപ്പരിങ്ങനെ കസാലയിലിരിക്കും, കുട്ടികളൊക്കെ ചുറ്റിലിരിക്കും. അതിന് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ആൾ ജയിക്കുക അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ആൾ തോൽക്കുകയും ചെയ്താൽ ആ ആഹ്ലാദം കാണേണ്ടതാ. ഇമ്പിച്ചിവാവ തോറ്റു എന്ന് പറഞ്ഞേക്കുണ്ട്, തൊടമ്മ കൊട്ടിയിട്ട് 4 ചാട്ടം മൂപ്പര്. ഈ പട്ടാമ്പി പെരിന്തൽമണ്ണന്നേ ഇത്ര 1000 ജില്ലാനും വോട്ടിലേറ്റ് ഇമ്പിച്ചാവ, അവർ കുറച്ച സീറ്റായിരുന്നു അത്. അതിൻ്റെ ശേഷം പിന്നെ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അതേപോലെ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾ ജയിക്കുമ്പോൾ അതിൻ്റെ ആഹ്ലാദം കയ്യൊട്ടുമൊക്കെ ചെയ്യുക. അതാണ് മൂപ്പർക്ക് ഏറ്റവും രാഷ്ട്രീയം. മൂപ്പരെ ആ കാര്യത്തിൽ വളരെ ഇതായിരുന്നു. പിന്നെ പ്രാസ്ഥാനിക പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനവറുടെ മരണം നമ്മളൊരു വിലയിരുത്തേണ്ട മരണമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അന്ന് 1999 SKSSFൻ്റെ സമ്മേളനം കുറ്റിപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ആ രംഗം അങ്ങനെ ഓർക്കുക. അപ്പോൾ മൂപ്പര് കുറച്ച് തടിയും മണ്ണൊക്കെ ഉള്ള കാറ് പിൻസീറ്റിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ പകുതി മൂപ്പർക്ക് തന്നെ വേണം. അങ്ങനെ മൂപ്പരും ബാപ്പുട്ടിയേജിയും കൂടിയാണ്, ബാപ്പുട്ടിയേജി പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ മേൽമുറിയിലെ ഒരു പ്രസക്തനാണ്. ഓല് രണ്ടാളും കൂടിയാണ് ഈ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് അവിടെ ഒരു നിക്കാഹുണ്ട്, അവിടെ കാളിയും കൂടിയാണ്. അന്ന് ഫത്തുൽ മീനാണ് അവസാനമായിട്ട് ദർശെടുത്തിരിക്കുന്നത്. അന്ന് അവിടെ ഉച്ചക്കൊരു നിക്കാഹും നടത്തിയിട്ടുണ്ട്. ആ നിക്കാഹ് കഴിഞ്ഞിട്ടാണ് സമ്മേളനത്തിന് വരുന്നത്. സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു റിസപ്ഷൻ ഹാളുണ്ട്, ഇങ്ങനെ അതൊക്കെ ഈ ഷെഡ് തന്നെയാണ്. കുറ്റിപ്പുറം പിന്നെ കടപ്പുറത്താണല്ലോ, അല്ല മറ്റേ പുഴയോരത്താണല്ലോ. അപ്പം ഞാനവിടെ റിസപ്ഷനിലുണ്ട്. അപ്പോൾ അവിടെ വന്നു, മഗ്‌രിബിയുടെ സമയമായപ്പോൾ എല്ലാവരും കൂടി സ്റ്റേജിൽ കയറി. അപ്പം മൂപ്പരെല്ലാവരും നിർബന്ധിച്ചു സ്റ്റേജിൽ പോകാൻ. മൂപ്പര് സമ്മതിച്ചില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും അവിടെ ഇരുന്നു. പിന്നെ മൂപ്പർക്ക് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ തിങ്ങി വരാൻ തുടങ്ങി. അപ്പം ഞാൻ അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളം വേണമെന്നാണ്. അപ്പോൾ എന്ത് വെള്ളം വേണ്ടത് ചോദിച്ചു. എന്തായാലും മതിയാണ്. പിന്നെ എന്നാൽ ഇളഞ്ഞിയും തെറ്റ ചോദിച്ചു. ഇളഞ്ഞും വേണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ പിടിച്ചോളാം. അല്ല ഇളഞ്ഞും വേണ്ട, എന്നാൽ പെപ്സി ആയിക്കോട്ടായിരുന്നു. പെപ്സി എന്താണെന്ന് ചോദിച്ചു അപ്പം എന്നോട്. പെപ്സി ആണ് അങ്ങനെ, എന്നാൽ അതായിക്കോട്ടെ. അത് കുടിച്ചു. അത് കുടിച്ചതിന് ശേഷം ഇങ്ങനെ ശ്വാസം ഇങ്ങനെ തിങ്ങി തിങ്ങി വരിക. അപ്പം ഞാൻ ചോദിച്ചു, അല്ല അപ്പം ഇങ്ങനെ മഗ്‌രിബ് കഴിഞ്ഞു, മഗ്‌രിബ് അവിടെ ഇരുന്ന് നിസ്കരിച്ചു. പിന്നെ ഇതിപ്പോൾ എന്താ ഇങ്ങനെ ശ്വാസം തിങ്ങി വരുന്നത്? ഇതിപ്പോൾ നിങ്ങളെ രോഗത്തിൻ്റെ വല്ല ഭാഗമാണോ അതല്ല മറ്റു വല്ലതും ആണോ?
അപ്പോൾ മൂപ്പരിങ്ങനെ കയ്യനായി അത് രണ്ടാകാനും സാധ്യത ഉണ്ട്. മറ്റേ മൂപ്പര് ആ സ്വതസിദ്ധമായ ശൈലിയിൽ അത് രണ്ടാകാനും സാധ്യത ഉണ്ട്. കുറച്ചു നേരം കഴിഞ്ഞേക്ക് ഞാൻ പറഞ്ഞു, എന്നാൽ ഉസ്താദെ നമ്മൾ പോവുകയല്ലേ, അങ്ങനെ ശ്വാസം ഇങ്ങനെ തിങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പോവില്ല എന്ന് പറയാൻ കാരണം എനിക്കുന്ന മൂപ്പരെ കൂടെ അങ്ങനെ നാട്ടിലെത്താലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വല്ലാതെ ചൂടാക്കുന്നത്. അപ്പം മൂപ്പര് പറഞ്ഞെന്താ അറിയോ, ചെറുശ്ശേരിൻ്റെ പ്രസംഗം കഴിയട്ടെ. അപ്പോൾ ചെറുശ്ശേരി ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ മരണവേദന ഉണ്ടെങ്കിൽ ചെറുശ്ശേരി ഉസ്താദിൻ്റെ പ്രസംഗമൊന്നും കേൾക്കാൻ കഴിയുമല്ലോ. മൂപ്പർക്ക് ശ്വാസം വിട്ടിട്ടുണ്ട്, ശ്വാസം ഇങ്ങനെ തിങ്ങി വരുന്നുണ്ട്, ചെറുശ്ശേരിൻ്റെ പ്രസംഗം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ചെറുശ്ശേരിൻ്റെ പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ ഒരു തിരക്കേക്കാരം, മൂപ്പര വണ്ടിയിൽ ചിലപ്പോൾ സ്ഥലം ഉണ്ടായിക്കോളൊന്നുമില്ല. എനിക്കാണെങ്കിലോ അവിടെ എത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ തിരക്ക് പെട്ടാൽ പിന്നെ ഒരു ഇടങ്ങേറാണ്. അപ്പം ഞാൻ വേഗം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഗേറ്റിൻ്റെ അവിടേക്ക് എത്തി. ഈ പുഴയിലേക്കുണ്ട് ഇറങ്ങുന്നത് ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോണ്ട് ലൈറ്റ് ഇട്ടിട്ടൊരു വണ്ടി ഇങ്ങനെ വരുന്നത്. അപ്പം നമുക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഞാൻ റോട്ടിലെത്തിയൊക്കെ എനിക്ക് പന്തലൂർക്ക് പോകുന്ന ഒരു ടീമുണ്ടായിരുന്നു, അവരൊരു വണ്ടി കിട്ടി. അങ്ങനെ ഞാൻ നാട്ടിലിറങ്ങിയേക്ക് ഒരാളിനോട് ഓടിക്കതച്ച് വന്ന് പറഞ്ഞതെന്താ അറിയോ, നമ്മൾ ആലത്തൂർ പടിക്കലെ ഉസ്താദ് മരിച്ചേക്കണു. അപ്പം ഞാൻ കണ്ടതും ഈ സംഭവം കൂടി ഒരു 3/4 മണിക്കൂറിനെ മാറ്റേ ഉള്ളൂ. ചുരുക്കത്തിൽ ഞാൻ കണ്ടതിന് ശേഷം മൂപ്പര് ഒരു അരമണിക്കൂർ ജീവിച്ചിട്ടില്ല, 1/4 മണിക്കൂറെ പിന്നെ ജീവിച്ചിട്ടുള്ളൂ അവസാന വർത്താനം പറഞ്ഞതിന് ശേഷം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ മിണ്ടാതെ പോയി, ഞാൻ ഇപ്പം കണ്ട് സംസാരിച്ച് വരികയാണ് എന്ന് പറഞ്ഞ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ട ആലത്തൂർ പടിക്കലെ ഉസ്താദ് മരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പെട്ടെന്നുള്ള വല്ലാത്തൊരു രണ്ടാളെ മരണാടപ്പോൾ സമ്മേളന പന്തലിൽ വെച്ച് കണ്ടത്. ഒന്ന് KT മാനു ഉസ്താദിൻ്റെയും KC ഉസ്താദിൻ്റെയും. അപ്പോൾ ക്ഷണിച്ചാലും വേണ്ടില്ല, ക്ഷണിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഔദ്യോഗികമെന്നോ അനൗദ്യോഗികമെന്നോ അങ്ങനത്തെ യാതൊരു ചേരുതിരിവില്ലാതെ എല്ലാ കാര്യങ്ങളിലും സജീവത. അതുപോലെ മൂപ്പരെ ചേരും രൂപവും ഭാവമൊക്കെ കണ്ടാലേ ഒരു ഗൗരവം സ്ഫുരിക്കുന്ന മുഖമായിരിക്കും. പക്ഷേ മൂപ്പരെ ഹൃദയം വളരെ ലോലാണ്. അത് അടുത്ത ഇടവഴിയിലേക്ക് അറിയുള്ളൂ. കുട്ടികളോട് വളരെ സ്നേഹ എന്ന് മാത്രമല്ല, കുട്ടികളെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് യത്നിക്കും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ അറിയോ, ഇപ്പോൾ കുട്ടികളെ സമാജം ശരിക്കും ശ്രദ്ധിക്കും. അതായത് ഉസ്താദിൻ്റെ റൂം കഴിഞ്ഞാൽ മൂന്നാമത്തെ റൂമാണ് ക്ലാസ് റൂം. ആ ക്ലാസ് റൂമിലായിരിക്കും ഈ പറഞ്ഞ സമാജം നടക്കുക. ഒരു റൂമിനുള്ള കുട്ടികളെന്നേ ഉള്ളൂ, 10, 45, 50, 60 കുട്ടികളുടെ അറിവിൽ താഴെ ഇറക്കാലത്തൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ പിറ്റേ ദിവസം പറയും, ഇന്നലെ ആ പ്രസംഗിച്ചത് ശരിയായിട്ടില്ല, അതിൽ ഇന്നത് കൂട്ടേണ്ടതുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്, ഇതൊക്കെ പറയും. അതേപോലെ കുട്ടികളെ ഇറക്കണ മാഗസിൻ അൽ-അസ്ഹർ എന്ന് പറഞ്ഞ മാഗസിൻ, ഇത് അരിച്ച് പൊറുക്കി വായിക്കും, ആദ്യം മുതൽ അവസാനം വരെ വായിക്കും. അങ്ങനെ ഒരു പ്രിൻസിപ്പാൾ ഇപ്പം ഉണ്ടാവില്ല, ആർക്കും ഒഴിവില്ലല്ലോ. ഉസ്താദ് അത് മുഴുവനും വായിച്ചിട്ട് ആ എഴുതിയ ആളോട് പറയും, എഴുതിയത് നന്നായിക്കണു, നല്ല ഉഷാറായിക്കണു. ഞാനൊരിക്കലും ഇപ്പോൾ ഓർക്കുന്നുണ്ട്, 1977 അന്നാണല്ലോ കോൺഗ്രസിന് ഭരണം ഒക്കെ നഷ്ടപ്പെട്ട അടിയന്തരാവസ്ഥയെ തുടർന്നുണ്ടായ ഇലക്ഷൻ. അപ്പൊക്കെ ഞാൻ പൊട്ടച്ചറ പഠിക്കുന്ന കാലം. അപ്പം അന്ന് ഞാനൊരു അറബിയിലൊരു കവിത ഉണ്ടാക്കി. ആ കവിതയിൽ അഖിലേന്ത്യാ ലീഗിനെ പറ്റിയിട്ടേ, മൊയ്തേസിലും മിൻ റാബിത്തത്തിൽ മുസ്ലിമീ എന്ന് പറഞ്ഞു, ലീഗിന്ന് തെറ്റിയൊരു വിഭാഗം. അത് മൂപ്പരെ സന്തോഷം കയ്യകെട്ട് കൊട്ടിയിട്ട് അപ്പോൾ എവിടെ തെറ്റുള്ളത് വെച്ചെങ്കിൽ ഇന്നൊന്നിപ്പോൾ ഒരു ഉസ്താദും ചെയ്യാത്തൊരു കാര്യമാണത്. മാഗസിൻ, കുട്ടികളിറക്കണ മാഗസിൻ നോക്കിയിട്ട് അതിലുള്ള തെറ്റ് ഇതൊക്കെ ഇപ്പോൾ നമ്മളെ അനുഭവങ്ങളാണ്. ഇനി എന്തെങ്കിലും നന്നായിട്ട് അത് വളരെ ഉഷാറായിട്ടുണ്ടെന്നും പറയും. അപ്പോൾ കുട്ടികൾക്കുള്ളത് പ്രോത്സാഹനമാണല്ലോ. അതുപോലെ ഇവിടെ വളരെ വിലയിരുത്തേണ്ട ഒരു കാര്യം, ആളുകളൊന്നും ശ്രദ്ധിക്കാതെ പോണ മറ്റൊരു കാര്യം, നമ്മളെ നാടിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം. ഇവിടെ നമ്മൾ ഈ സമന്വയം എന്ന സംഭവം ആഗോളതലത്തിൽ തുടങ്ങിയിട്ട് 5 നൂറ്റാണ്ടായിട്ടുണ്ട്. 5 നൂറ്റാണ്ട് കാലം മുതലേ സമന്വയ വിദ്യാഭ്യാസ ലോകത്തുണ്ട്. ബഗ്ദാദിലുണ്ട്, സ്പെയിനിലുണ്ട്, സമർക്കന്ദിലുണ്ട്. ഞാൻ അത്തരം സ്ഥാപനങ്ങളൊക്കെ കുറേ കണ്ടിട്ടുണ്ട്, മനസ്സിലായില്ല. ഇപ്പോൾ രേഗിസ്ഥാൻ സ്ക്വയറിൽ അവിടുത്തെ പ്രധാന കാഴ്ച വസ്തു തന്നെ 3 സ്ഥാപനങ്ങളാണ്. ഒന്ന് മദ്രസ തില്ലാക്കേരി, മദ്രസ പിന്നെ ഉലഗ് ബേഗ്, ഇങ്ങനെ 3 മദ്രസ ഷഹദൂർ, ഇങ്ങനെ 3 മദ്രസകളാണ്. ഈ മദ്രസകളൊക്കെ സമന്വയ കേന്ദ്രങ്ങളാണ്. ബുഖാരി ഇമാമിൻ്റെ നാടായ ബുഖാറയിൽ 200 ചില്ലാനം മദ്രസകളുണ്ട്. എല്ലാം ഹദീസ് മാത്രമുള്ളതുണ്ട്, അതേ അധികവും സമന്വയ. അതുപോലെ കൈറുവാൻ, അതേപോലെ കൊറവിയ യൂണിവേഴ്സിറ്റി. ഒരു മൊറോക്കോയിൽ ഞാനൊരു സ്ഥാപനത്തിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു ബോർഡ് എഴുതിച്ചിട്ടുണ്ട്, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ. അതാരൊക്കെ ഇബ്നു സീന, ഇബ്നു റുഷ്ദ്, ഇങ്ങനെയുള്ള വലിയ ആൾക്കാരെ പേരായി എഴുതിച്ചേക്കുന്നത്. അപ്പോൾ ഈ സമന്വയ വിദ്യാഭ്യാസ ലോകത്തൊക്കെ ഉണ്ടെങ്കിലും
നമ്മളെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളി ദർസ് സിസ്റ്റമായിട്ടാണ് അത് നടന്നിരുന്നത്. അതിൻ്റെ ചെറിയൊരു മാറ്റം ആഗ്രഹിച്ചു കൊണ്ടാണ് കേരളത്തിൽ 2 സ്ഥാപനം ആരംഭിച്ചത്. അത് ഒന്ന് വാഴക്കാട് ദാറുലുലൂമും മറ്റൊന്ന് താനൂർ ഇസ്ലാഹുലുലൂമുമായിരുന്നു. അപ്പോൾ ഈ 2 സ്ഥാപനങ്ങൾ 1940-കൾക്ക് മുമ്പ് സ്ഥാപിതമായതാണ്. പക്ഷെ അവിടെ സമന്വയ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കും ചെയ്തിരുന്നു. ഇസ്ലാഹുലുലൂമിലൊക്കെ ഉറുദു ഭാഷകളൊക്കെ അക്കാലത്ത് പഠിപ്പിച്ചിരുന്നു. പിന്നെ ഇന്നത്തെ മാതിരി ഡിഗ്രി എടുക്കൽ മൂല്യന്മാരല്ലല്ലോ, നാടന്മാർക്കും ഡിഗ്രി ഇല്ലാത്തൊരു കാലമാണല്ലോ. രണ്ടാമത് ഇങ്ങനത്തെ സിസ്റ്റങ്ങൾ, ഈ മറ്റേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നും 1990-ന് മുമ്പ് തന്നെ ഇല്ല. അപ്പോൾ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ചെയ്യുന്നു. എന്നാൽ അങ്ങനെ 2 സ്ഥാപനങ്ങൾ ഉണ്ടായെങ്കിലും കൂടിയിട്ട് അത് രണ്ടും എന്തോ കാരണങ്ങളെ കൊണ്ട് യഥാർത്ഥത്തിൽ അത് നിലച്ചുപോയി. അതിൻ്റെ ശേഷം പിന്നെയും നടക്കുന്നത് ഈ അവസ്ഥ. പിന്നെ കോളേജുകൾ എന്ന് പറയുന്ന കോളേജ് കേരളത്തിലില്ല. 1963-ലാണ് ആദ്യമായി പിന്നീട് സുന്നികളുടെ കെയർ ഓഫിലായിട്ടൊരു സ്ഥാപനം ഉണ്ടാക്കുന്നത്. അതാണ് പട്ടിക്കാട് ജാമിയ നൂരിയ. പട്ടിക്കാട് ജാമിയ നൂരിയ എന്ന് പറഞ്ഞാൽ വെറും മുത്തവ്വൽ മാത്രമാണ്. അല്ലെങ്കിൽ 7ാം ക്ലാസ് ചില കാലത്ത് 7 ഉണ്ടാവും, ചില കാലത്ത് 6 ഉണ്ടാവും. ഇങ്ങനെയൊക്കെ കുറഞ്ഞ കുട്ടികൾ. അത് മാത്രമല്ല 200-ൽ താഴെ കുട്ടികളുള്ളൂ അന്നൊക്കെ. ഇപ്പോൾ 1500-ഓളം കുട്ടികളുണ്ട്. പക്ഷെ അതേസമയത്ത് അന്നൊക്കെ അത്ര കുട്ടികളേ ഉള്ളൂ. അപ്പോൾ അവിടെയും ഒരു സമന്വയമല്ല, ഈ കിതാബ് പഠിക്കല. അങ്ങനെ കോളേജുകൾ തുടങ്ങി. കോളേജിൻ്റെ കൂട്ടത്തിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്ന ഒരു കോളേജാണ് ഈ പൊട്ടച്ചിറ അൻവരി അറബി കോളേജ്. കാരണം 1967 തുടങ്ങിയിരുന്നു. അത് തുടങ്ങിയതിന് ശേഷമാണ് ഇന്ന് നിങ്ങൾ എണ്ണുന്ന എല്ലാ കോളേജും തുടങ്ങിയത്. അതിനുശേഷമാണ് കുറച്ച് 1970 തുടക്കത്തിലുണ്ടായതാണ് കടമേരി റഹ്മാനി അറബി കോളേജ്. അതേപോലെ പല സ്ഥാപനങ്ങളും. പിന്നെയാണ് നന്ദി ഉണ്ടാകുന്നതും കാരന്തൂർ ഉണ്ടാകുന്നതും എല്ലാം 1980. മിക്ക സ്ഥാപനങ്ങളും ഉണ്ടാണ് 1980-കൾക്ക് ശേഷം. 1970-ൻ്റെ 80-ൻ്റെ ഇടയിൽ കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. 70-ൻ്റെ മുമ്പുള്ള സ്ഥാപനങ്ങൾ വിരലിൽ എണ്ണാവുന്നതാണ്. അന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പൊന്നാനി മഅ്മുനത്തുൽ ഇസ്ലാം, അവിടെ ഒരു അറബി കോളേജ് ഉണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ഹൈദർലി ശിഹാബ് തങ്ങളൊക്കെ പഠിച്ചത്. പിന്നെ പാലക്കാട് ജന്നത്തുൽ ഉലൂം അറബി കോളേജ്, കുറച്ച് പഴക്കമുള്ള കോളേജാണ്. അങ്ങനെ വളരെ കുറഞ്ഞ സ്ഥാപനങ്ങളെ അന്നുള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈ പൊട്ടച്ചിറ കോളേജ് ആരംഭിക്കുന്നത്. ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ അവിടെ ഭാഷാ പഠനങ്ങൾ അവിടെ തുടങ്ങിയിരുന്നു. കെ സി ഉസ്താദിൻ്റെ കാലത്താണ് ഭാഷാ പഠനം തുടങ്ങിയത് മാത്രമല്ല, അന്ന് ഉറുദു അധ്യാപകനായിട്ടിരുന്നു. ഞാൻ ഓർക്കുന്നു ഉമർകുട്ടി മുൻഷി എന്ന് പറഞ്ഞ ഒരാളെ നിശ്ചയിച്ചു. ഇതൊക്കെ 1970-കളിലാണെന്ന് മനസ്സിലാക്കണം. ആരെ ഈ സമന്വയം തുടങ്ങി എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ 2 ആളാണ് സമന്വയം തുടങ്ങിയിരിക്കുന്നത്. ആ സമന്വയത്തിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്ന് ബഷീർ ഉസ്താദാണ്. ഇതേ ഏറെക്കുറെ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ബഷീർ ഉസ്താദ് കടമേരി റഹ്മാനി അറബി കോളേജ് തുടങ്ങുകയും അവിടെ ഒരു ഭാഷാ പഠനങ്ങൾ അത്രയൊന്നും ആണല്ലോ, വല്ല ഡിഗ്രി ചെയ്തതിലും മറ്റും മറിച്ചൊന്നുമില്ല. അവിടെ ചെറിയ രീതിയിൽ അവിടെയും. അതേപോലെ പൊട്ടച്ചിറ അൻവരി അറബി കോളേജിൽ ഇംഗ്ലീഷിനും ഉറുദുവിനും. അന്നൊന്നും മൂല്യന്മാർക്ക് ഇംഗ്ലീഷ് എടുക്കാൻ പറ്റണ മൂല്യന്മാരൊന്നുമില്ല. അപ്പം മൂല്യന്മാർക്ക് ഇംഗ്ലീഷ് എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളിടത്തേക്ക് എത്തി. അന്ന് മൂല്യന്മാരില്ല. അപ്പോൾ അന്ന് അവിടെ ഉറുദു എടുത്തിരുന്നത് ഈ ഉമർകുട്ടി മുൻഷിയ. അപ്പോൾ ഞാനൊക്കെ പഠിക്കണ കാലത്ത് തന്നെ 1977-കൾക്ക് മുമ്പ് തന്നെ അൽഹംദുലില്ലാഹ് എനിക്ക് ഉറുദു ഒക്കെ പ്രസംഗിക്കാനും ഒക്കെയുള്ള കഴിവുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവബന്ധു ദാറുലുലൂമിൽ പോയപ്പോഴൊന്നും അതുപോലെ യാത്രയിലൊന്നും ഭാഷ അറിയാത്ത പ്രശ്നങ്ങൾ എനിക്കത്ര ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ അത് കെ സി ഉസ്താദിൻ്റെ ഈ പ്രോത്സാഹനമാണ്. ഉറുദു ആ മുൻഷി ഞങ്ങളെ പഠിപ്പിച്ചു. ആദ്യം പട്ടിക്കാട് ഒരു ഉസ്താദായിരുന്നു. പട്ടിക്കാട് ഉറുദു പഠിപ്പിച്ചിട്ടാണ്. രണ്ടാമത് ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു. ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ഒരു മുഹമ്മദ് മാഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. മൂപ്പര് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ കൺവെർട്ടഡാണ്, ഒരു ഫാദറാണ്. അപ്പോൾ ഈ ക്രിസ്ത്യാനികളെ പഠിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലി കോൺവെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വല്ല ഉഷാറാണത്. അതായത് അവർ ഇന്നിപ്പോൾ നമ്മൾ ഈ തുടങ്ങിയ പരിപാടി പോലെ 100 നൂറ്റാണ്ട് മുമ്പ് തുടങ്ങിയിരിക്കണം. അതായത് അവരുടെ ഈ അതിൽ പഠിക്കുന്ന ആളുകൾ അവരുടെ ഈ വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം പുറത്ത് നേടി പരീക്ഷ എഴുതി ഡിഗ്രി നേടുന്ന ആളാണ്. അപ്പോൾ ഇയാൾക്ക് ഇംഗ്ലീഷ് അസാധ്യ കഴിവാ. ഇയാളടുത്താണ് ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് പഠിച്ചത്. എന്നോട് പലരും ചോദിക്കും, നിങ്ങളൊക്കെ എങ്ങനെ ഇംഗ്ലീഷൊക്കെ പഠിച്ചു? അക്കാലഘട്ടത്തെ വല്ലതും ഉണ്ടോ? ആ കാലഘട്ടത്തിൽ കെ സി ഉസ്താദിൻ്റെ ആ പരിശ്രമ ഫലമാണ്. അങ്ങനെ അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ പിന്നെ മൂപ്പരോട് ഇരിക്കും ഈ ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിക്കാൻ. ആരെങ്കിലും ഒന്നൊരു പ്രിൻസിപ്പാളിനെ കിട്ടും. അല്ലാ എന്തൊരു കുറവായിട്ടാണ് മനസ്സിലാകുക. മൂപ്പരുടെ കസാലയിലിരിക്കുക, ഞങ്ങൾ ബെഞ്ചിലിരിക്കുക, ക്ലാസ് എടുക്കുന്ന ആളിങ്ങനെ നടക്കുക. അങ്ങനെ മൂപ്പരും ഞങ്ങളെ കൂടെ ഇംഗ്ലീഷ് പഠിക്കണ്ടായിരുന്നു കുറച്ച് ദിവസം. അങ്ങനെ പിന്നെ തിരക്കും കാര്യമൊക്കെ ആയതുകൊണ്ട് നിർത്തി. അപ്പോൾ എന്നാലും അതൊരു വിനയാണ്. വിനയമുള്ളവനല്ല അത് ചെയ്യാൻ കഴിയുള്ളൂ. മറ്റവന് ജഹാലത്ത് ഇങ്ങനെ പേറി കിടക്കാന്നല്ലാതെ ഒരാളോട് ചോദിക്കാൻ കഴിയില്ലോ. അപ്പോൾ അങ്ങനെ അക്കാലഘട്ടത്തിൽ അവിടെ സമന്വയം തുടങ്ങിയിട്ടുണ്ട്. പിന്നെയാണ് എത്രയോ കഴിഞ്ഞിട്ടാണ്. അതേപോലെ ബഷീർ ഉസ്താദ് തുടങ്ങിയ സമന്വയത്തിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ് യഥാർത്ഥത്തിൽ ദാറുൽ ഹുദ.
മൂപ്പര് കടമേരി ചില മാറ്റങ്ങളൊക്കെ നടത്തി. അത് 100% വിജയെന്നോ പരാജയമെന്നോ പറയാൻ പറ്റില്ല. എന്തും തുടക്കത്തിൽ അതിൻ്റേതായ രണ്ടും ഉണ്ടാവും. പക്ഷെ അത് ശരിക്കും പിന്നെ പ്രവർത്തന പദത്തിൽ കൊണ്ടുവന്നത് ദാറുൽഹുദയിലൂടെയാണ്. അപ്പോൾ എന്നതുപോലെ കെ.എസ്.യു ഉസ്താദും ഇത് അതേ സമയത്ത് എന്നല്ല, അതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ സ്ഥലത്ത് ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഒരുപാട് പ്രഗത്ഭരെ ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ പഠിച്ച ഒരുപാട് കുട്ടികൾ, ഞാൻ ഇപ്പോൾ ഓരോരുത്തരും പേരൊന്നും പറയുന്നില്ല. അപ്പോൾ നല്ല കഴിവുള്ള ഒരുപാട് ആളുകൾ ആ കാലഘട്ടത്തിൽ വളർന്നുണ്ടായത് അന്ന് ഭാഷാ പഠനങ്ങൾക്കുള്ള പ്രോത്സാഹനം. ആ സമയം ഏതാണെന്ന് പറഞ്ഞാൽ നമ്മൾ പല ഇടങ്ങളിലും പേപ്പർ പോലും വായിക്കൽ നിഷിദ്ധമാക്കിയൊരു കാലഘട്ടം. പത്രം ഉസ്താദ് അങ്ങനെയല്ല, പത്രം വായിച്ചാൽ അസറിൻ്റെ ശേഷം പിന്നെ മൂപ്പര കയ്യിലേക്ക്. അതിന് മുമ്പ് നമുക്കൊക്കെ നോക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ്. മൂപ്പർക്ക് വേറെ സമയം കിട്ടൂല. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നോക്കാം, ഫേസ്ബുക്കിൻ്റെ അടിയിലൊക്കെ വീണ്. അപ്പോൾ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ അതിൽ കുട്ടികളൊക്കെ വളരെ പ്രഗത്ഭരായി കഴിഞ്ഞാൽ വളരെ സന്തോഷം. അങ്ങനെയൊക്കെ ഒരു മാതൃകായോഗ്യമായ ഒരു ജീവിതമാണ് മൂപ്പരുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞാൽ ഒരുപാട് പ്രാസ്ഥാനികമായിട്ട് സാധാരണഗതിയിലുള്ള വേറൊരു പണ്ഡിതനാണെങ്കിൽ മൂപ്പര് ഏൽപ്പിക്കാരനായിട്ട് മാറിയിട്ടുണ്ട്. എനിക്കറിയാം, എന്നോട് ആശയം പങ്കുവച്ചിട്ടുണ്ട് പല കാര്യങ്ങളും, മനസ്സിലായില്ല. അപ്പം അന്ന് അങ്ങനെ ആയിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ചില എം എൽ എമാരുടെ ഭാഗത്തു നിന്നുള്ള ചില പാകപ്പിഴവുകളിൽ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായിട്ടുണ്ട്. അതായത് മണ്ണാർക്കാട്, ഇതിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു. മണ്ണാർക്കാട് ഒരു എം എൽ എ ഒരു മുജാഹിദിന് അനുകൂലമായിട്ട് ഒരു പള്ളിയുടെ കാര്യത്തിൽ ഇടപെട്ടതിൽ കുറേ ആൾ വികാരം കൊണ്ടു. മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞാണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കി. അങ്ങനെ അത് പാലക്കാട് വെച്ചിട്ടാണ് അതിൻ്റെ രൂപീകരണം ഉണ്ടായത്. അപ്പോൾ ഇത് പിന്നെന്താന്ന് പറഞ്ഞാൽ പ്രചരണം ഭയങ്കര ശക്തമാണ്. അതായത് ലീഗിൻ്റെ കുറ്റം ഇവർക്ക് പറയാനുള്ളൂ. ലീഗിനാണെങ്കിലോ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞാൽ അത് അതിൻ്റെ അടുങ്ങേറ് വേറെയുണ്ട്. കാരണം ലീഗിന് കുടുങ്ങി. ഈ ബഹളം എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാട് ഒക്കെ കേട്ടാൽ ഭയങ്കരമാണ്. ഇപ്പോഴത്തെക്കാളും വലിയ തെക്കുബീറയ്ക്കും അന്ന്, മനസ്സിലായില്ലേ, പെരും തെക്കുബീറായിരുന്നു. അപ്പോൾ വിചാരിച്ച് എന്തായാലും ഒരു 5000 വോട്ടിനെങ്കിലും ഫാറൂഖ് മൗലവി ജയിക്കുന്ന. അപ്പോൾ AP വിഭാഗത്തിൻ്റെ എല്ലാ പിന്തുണയൊന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആകെ ഇയാൾക്ക് മഞ്ചേരി മണ്ഡലത്ത് കിട്ടിയത് 5000 വോട്ടാണ്. അതോടുകൂടെ ബുദ്ധിമാന്മാരായ വിഭാഗമുണ്ട്, AP അടക്കമുള്ള ആൾക്കാർ, ഓർക്ക് തിരിഞ്ഞു ഇത് നടക്കൂല.